കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് VC ഇടപെട്ട് തിരുത്തിയെന്ന സിൻഡിക്കേറ്റിന്റെ ആരോപണം. VC ഒപ്പിട്ട മിനിറ്റ്സിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തെന്ന പരാമർശമുണ്ട്. എന്നാൽ യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സിൽ സസ്പെൻഷനെ കുറിച്ച് ഒരു പരാമർശവുമില്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. ഇതിനിടെ സർവകലാശാലയിൽ പുതിയ രജിസ്ട്രാർ ഇൻചാർജിനെ നിയമിച്ചതിന് പിന്നാലെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അവധിയിൽ പോയി. എന്നാൽ ഈ അവധി VC അംഗീകരിച്ചില്ല. സസ്പെൻഷനുള്ള ആൾക്കാർക്ക് എന്ത് അവധി എന്ന പരിഹാസമായിരുന്നു VCയിൽ നിന്നുണ്ടായത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയും. ഇന്നലെയാണ് കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുകയും രജിസ്ട്രാർ ഇൻചാർജായി R രശ്മിയെ നിയമിക്കുകയും ചെയ്തത്. ഈ യോഗത്തിന് ശേഷം പുറത്തു വന്ന മിനിറ്റ്സുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിവാദമുണ്ടായിരിക്കുന്നത്. യോഗത്തിൽ ഉണ്ടായ തീരുമാനം ഈ KS അനിൽകുമാറുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയുടെ പരിഗണനയിലാണ് എന്നതാണ്. പക്ഷേ ഈ VC ഒപ്പിട്ട മിനിറ്റ്സിൽ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു പരാമർശമാണ് ഉള്ളത്. ഇതാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ യോഗത്തിൽ പറയാത്ത കാര്യങ്ങൾ മിനിറ്റ്സിൽ VC ഉൾപ്പെടുത്തി എന്നതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപണമായി പറയുന്നത്. കാരണം കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വിധി അനുകൂലമാക്കുന്നതിന് വേണ്ടി മിനിറ്റ്സിൽ VC കൃത്രിമം കാണിച്ചു എന്നതാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത്. ഇന്നലെ തന്നെ R രശ്മി താൽക്കാലിക രജിസ്ട്രാറായി ചുമതല ഏൽക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ രജിസ്ട്രാർ KS അനിൽകുമാർ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം 20 വരെയാണ് അവധി അപേക്ഷ നൽകിയിട്ടുള്ളത്. പക്ഷേ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർക്ക് എങ്ങനെ അവധി അപേക്ഷ നൽകാൻ കഴിയുമെന്നതാണ് VCയും ചോദിക്കുന്ന കാര്യം. എന്തായാലും ഈ സിൻഡിക്കേറ്റ് യോഗമെടുത്ത തീരുമാനം VC അട്ടിമറിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. ഇതിൽ വലിയ തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇനി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.